നമ്മളെ വ്ളോഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ഇൻട്രോ അറിയണേ നശ്വാണ് കേട്ടോ. ഇൻട്രോ പറയടി. സ്ക്രിപ്റ്റില്ല അങ്ങനത്തെയാണ്, ഞാൻ പറയൊന്നുമില്ല. അപ്പോൾ ഇൻട്രോട് പറയണം. അപ്പോൾ പറയാത്തോണ്ട് ഞാൻ തന്നെ പറയാട്ടോ. അപ്പോൾ നമ്മൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുടെ ഒരു കുക്കിംഗ് വ്ളോഗാണ് ഗൈസ്. കുക്കിംഗ് വ്ളോഗല്ലേ, കുക്കിംഗ് അല്ല കേട്ടോ, തക്കാര വ്ളോഗ് എന്ന് പറയണേക്കാണ് നല്ലേ അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ അസ്രു എന്ത് ചെയ്യാണ്, എങ്ങോട്ട് പോണേ അസ്രു? ജോർജിയയിലേക്ക് തിരിച്ചു പോവാണ്. അതായത് ആർക്ക്? അനക്കല്ലേ? ഞാൻ അസുറിനോട് പറയട്ടെ. അപ്പോൾ എന്താ വെച്ചാൽ അസുർ ജോർജിയക്ക് തിരിച്ചു പോകട്ടെ. അപ്പോൾ അസുർ നാട്ടിൽ ഞങ്ങൾ അച്ചുവിൻ്റെ കല്യാണത്തിന് ഒരുമിച്ച് വന്നത്. ഇനി ഞാനും ജോർജിയയിലുണ്ടായി, ഞങ്ങൾ ഒരുമിച്ച നാട്ടിലേക്ക് വന്നു കേട്ടോ. കല്യാണം കൂടിയിട്ട് പോകണം. നിന്ന് ഇപ്പോൾ 2 മാസം കഴിഞ്ഞു. അപ്പോൾ അസുർ ഇപ്പോൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ നെക്സ്റ്റ് സന്തോഷം എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ അസുർ നാട്ടിലുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, ഞാൻ വീട്ടിലുണ്ടാവില്ല. ആ സങ്കടം ഉണ്ട്. അതിന് ആ ഒരു സങ്കടത്തിൽ എന്തോ ഉണ്ട് ഇപ്പോൾ കേൾക്കണമൊക്കെ മനസ്സിലാവുമല്ലോ. അപ്പോൾ അസുർ നാട്ടിലുണ്ടെങ്കിൽ ഞാൻ അവിടെ വീട്ടിലുണ്ടാവില്ല. ഫുൾ ടൈം അസുറിൻ്റെ അപ്പം തന്നെ കയറാം. അപ്പോൾ അതാണ് അസുറിനെ ഇത് അസുറിനെ അയച്ചു കൊടുക്കട്ടെ ഈ വീഡിയോ. അപ്പോൾ അതുകൊണ്ടാണ് ഓള അങ്ങനെ പറഞ്ഞോട്ടോ, വെറുതെ പറയട്ടോ. അപ്പോൾ ഏതായാലും ചെക്കൻ പോവുകയാണ്. ആരും ഇവിടെ അല്ല കേട്ടോ. അതുപോലെ എല്ലാവരും എങ്ങോട്ട് പോയിക്കണേ, പിന്നെ ദുബായിലേക്ക് പരിപാടിക്ക് പോയതാണ്. അപ്പോൾ അനാനും ആരും ഇവിടെ അല്ല, എല്ലാവരും ഫുൾ ടീം പരിപാടിക്ക് പോയതാണ് ദുബായിക്ക്. അപ്പോൾ അങ്ങനെ ഒരു സമയത്താണ് അസുർ പോകുന്നത്. ഇപ്പോൾ ഞാനും അർഷയൊക്കെ തന്നെ ഉള്ളു ഇവിടെ. അർഷനാണെങ്കിൽ നല്ല പനിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഇനി അർഷം ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് അസുർ പോണത്. അപ്പോൾ ഇങ്ങനെ ജോർജിയയിലേക്ക് തിരിച്ചു പോകണ അസുറുവിന് നശ്വ ഒന്ന് ഞെട്ടിക്കാൻ പോവാണ്. അതായത് അസുറിൻ്റെ തന്നെ പിന്നെ കേരളക്കര നെഞ്ചിലേറ്റിയ ഐറ്റം ആയിട്ടുള്ള എന്താ ഉണ്ടാക്കണേ, മജ്ബൂസ്. ഈ മജ്ബൂസ് ഞങ്ങളന്ന് കക്കടംപോലെ ഇപ്പോൾ അസുർ ഉണ്ടാക്കിന് കേട്ടോ. അപ്പോൾ ആ വീഡിയോ ഒക്കെ കണ്ട് ബോസ് ഇരുന്ന് നല്ല കമ്പയക്കണം ഇത് ഉണ്ടാക്കി നോക്കാൻ. അപ്പോൾ അസുറിനെ തന്നെ തക്കാരം വിളിച്ചാണ്ട് അസുറിൻ്റെ സ്പെഷ്യൽ ഐറ്റം ആയിട്ടുള്ള മജ്ബൂസ് അസുറിന് തന്നെ വെച്ച് കൊടുക്കാൻ പോകണം. ആരോ വെക്കണേ? ജോ വെക്കും അല്ലേ? ഓക്കെ. അപ്പം 100 പ്രവൃത്തി 0 അതാവും മിക്കവാറും ഇതിലുണ്ടാവണത്. ഫുള്ള് തൊള്ളൊക്കെ വിടുന്നുണ്ട്. അല്ലല്ല നോക്കുക. അപ്പോൾ ഞെട്ടിച്ചാൽ മതി, അസുറ് ഞെട്ടണം. അസുറിൻ്റെ പ്രത്യേകം എന്താ വെച്ചാൽ ഇല്ല മാതിരി പറയട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ നശ്വ കുക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് നോക്കാം. പിന്നെ അതേപോലെ പിന്നെ ഇപ്പോൾ ഇവിടെ ഇന്നാളിനോട് പറഞ്ഞിട്ടോ, അതായത് നമ്മളെ വ്ളോഗിൻ്റെ ഒക്കെ അടിയിൽ ഞാൻ എന്താ പഠിച്ചതെന്ന് കുറേ താത്താരും ആൾക്കാർക്ക് അങ്ങനെ ചോദിക്കലുണ്ട്. അപ്പോൾ അതൊന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് എപ്പോഴേലും എന്നോട് പറഞ്ഞു. അപ്പോൾ അതുകൂടി പറഞ്ഞു കൊടുക്കാം അല്ലേ. അപ്പോൾ നശ്വ ഇത്രയും കാലം പഠിച്ചത് എന്താണ്, റെസ്പിറേറ്ററി തെറാപ്പി എന്ന് പറഞ്ഞ കോഴ്സാണ് അല്ലേ. +2 കഴിഞ്ഞിട്ട് എത്ര 4 വർഷം അല്ലേ, 4 വർഷം റെസ്പിറേറ്ററി തെറാപ്പി എന്ന് പറഞ്ഞ കോഴ്സാണ് നശ്വ ചെയ്തത്. അപ്പോൾ അതിൻ്റെ എല്ലാം കഴിഞ്ഞു അല്ലേ. അതായത് നമ്മളെ നിക്കാഹ് ഡിസംബറിൽ കേട്ടോ. അപ്പോൾ ആ നിക്കാഹിൻ്റെ ടൈം ആ സമയത്ത് തന്നെയാണ് ഉള്ള കോഴ്സ് തീർന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ കോഴ്സ് തീർന്നപ്പോൾ ഏകദേശം ഇത്ര ഒരു ഗ്യാപ്പ് കിട്ടി നശ്വക്ക്. അപ്പോൾ ഈ കിട്ടിയ ഗ്യാപ്പിൽ ഇപ്പോൾ നശ്വ എന്ത് ചെയ്യാണ്, വേറൊരു ചെറിയ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയ കോഴ്സല്ല, അത്യാവശ്യം നല്ല സ്കോപ്പുള്ള കോഴ്സ് തന്നെയാണ്. അപ്പോൾ അത് നശ്വൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു കൊടുത്തതാണ് അല്ലേ. അതായത് ഇനിയിപ്പോൾ ചെയ്തീനാ. അപ്പോൾ എന്താ വെച്ചാൽ ഈ ഒരു ഓക്കെ. അപ്പോൾ അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പം ഇൻഷാല്ലാ നമ്മൾ ഈ ഒരു അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലേ ചെയ്തിക്കണ്. അതായത് അപ്പോൾ ഓൾ ഇപ്പോൾ ഒരു കോഴ്സിന് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെ ക്ലാസ് തുടങ്ങണുള്ളൂ. അപ്പോൾ ആ ഡിസംബർ മുതൽ ഇത്രയും ഒരു ഗ്യാപ്പ് കിട്ടീനി. അപ്പോൾ ആ ഗ്യാപ്പിൽ ഓൾ ചെയ്ത ഒരു കോഴ്സ് ഉണ്ട്. അപ്പോൾ അതിനെ പറ്റി ഞങ്ങൾക്ക് പറഞ്ഞുതരാം. അതെന്താ വെച്ചാൽ ഓൾ ചെയ്യുന്നുണ്ട് ഒരുപാട് ആളുകൾക്ക്, നമ്മളെ വ്ളോഗാണ്, ഒരുപാട് ആളുകൾക്ക് ഉറപ്പായിട്ട് എന്താവും നല്ല ഉപകാരപ്പെടുന്നുള്ള 100% കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ അതും കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോണത്. അപ്പോൾ ആ കോഴ്സിനെ കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഗായ്സ്, നമ്മളിതാ കുക്കിംഗ് വ്ളോഗ് തുടങ്ങുന്നതിന് മുമ്പ് നശ്വൻ്റെ ക്ലാസ് കാണുകയാണ്. അപ്പോൾ ഈ ക്ലാസ്സാണ് ഞാൻ പറഞ്ഞിട്ട് നിങ്ങളോട്. അതായത് നമുക്കറിയാം സ്വന്തമായിട്ടൊരു ജോലി എല്ലാ ലേഡീസും ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അല്ലേ, ഈ ലേഡി ആഗ്രഹിക്കുന്നുണ്ടോ സ്വന്തമായിട്ട് ജോലി? അപ്പോൾ സ്വന്തമായിട്ടൊരു ജോലി എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ഈ +2 ഒക്കെ കഴിഞ്ഞാണ്ട് പിന്നെ പഠിക്കാൻ പോകാൻ പറ്റാത്ത ആളുകളും അല്ലേ, അങ്ങനെയൊക്കെ ഒരുപാട് ആളുകളുണ്ടാവും. എൻ്റെ ഫ്രണ്ട്സിൻ്റെ അല്ലേ അങ്ങനെ കുറേ ആളുകൾ. അപ്പോൾ അങ്ങനെ ഫുള്ളാക്കാൻ പറ്റാത്ത, പഠനം മുഴുവനാക്കാൻ പറ്റാത്ത കുറേ ആളുകൾ നമുക്കറിയാം. അപ്പോൾ അവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ വീട്ടിലിരുന്നിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ഈ കോഴ്സ് അല്ലേ. അതേപോലെ ടച്ച് വിട്ട ആളുകളൊക്കെ ഉണ്ടാവും, പഠനം ഫുള്ളാക്കാൻ പറ്റാത്തവർ. അതേമാതിരി പഠനം നല്ല ഗ്യാപ്പ് വന്ന ആളുകൾ, +2 കഴിഞ്ഞിട്ട് പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞില്ലേ, ഒരുപാട് ഗ്യാപ്പ് വന്ന് അങ്ങനെ വന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഇത് എങ്ങനെ തുടങ്ങണം, എവിടുന്ന് തുടങ്ങണം എന്നൊക്കെ ഉള്ള ഒരു ഇതുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു സാധനം കേട്ടോ ഞാൻ ഈ പറഞ്ഞു തരുന്നത്. പിന്നെ കുറേ ഓൺലൈൻ ജോലികൾ നമ്മളെല്ലാവരും കാണലുണ്ട് അല്ലേ. ഇവളെന്നെ ഈ ഒരു ഗ്യാപ്പിൽ എന്നോട് ആ കോഴ്സ് ചെയ്യട്ടെ, ഈ കോഴ്സ് ചെയ്യട്ടെ, എന്തൊക്കെ കോഴ്സ് എന്നോട് പറഞ്ഞില്ലേ, കുറേ കോഴ്സ് പറഞ്ഞിട്ടുണ്ടോ. അപ്പോൾ ആ കോഴ്സ് ചെയ്യട്ടെ, ഈ കോഴ്സ് ചെയ്യട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊക്കെ അതിലൊക്കെ എൻ്റെ ജെന്യൂനിറ്റി എന്താണ് അല്ലേ.
അതായത് നമ്മൾ ഇഷ്ടംപോലെ കാണുകയാണ് അല്ലേ, വീട്ടമ്മമാർക്ക് പറ്റിയ ജോലി എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ നമ്മൾ ഇടുന്ന ചില വ്ളോഗിൻ്റെ അടിയിൽ തന്നെ പല കമൻറ്റുകളും വരലുണ്ട്, ആ ജോലി ഈ ജോലി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ജെന്യൂനിറ്റി നമുക്ക് എത്രയാണെന്ന് അറിയില്ല. അപ്പോൾ ഈ കോഴ്സ് ഇവൾ ചെയ്യുന്നത് ഇൻ്റർവെൽ എന്ന് പറഞ്ഞിട്ടുള്ള അല്ലേ ലേണിംഗ് പ്ലാറ്റ്ഫോമിലാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇൻ്റർവെൽ നമുക്ക് എല്ലാവർക്കും അറിയാം, പിന്നെ നമ്മൾ അരീക്കോട് എന്നുള്ളൊരു സ്റ്റാർട്ടപ്പാണ് അത് അല്ലേ. ഇൻ്റർവെല്ലിനെ കുറിച്ച് പിന്നെ നമ്മളെ മുഖ്യമന്ത്രി പറയുന്നതും അതൊക്കെ കൂടെ വീണ്. അതേപോലെ ഒരുപാട് നമ്മളെ നിയമസഭയിലടക്കം പേര് പരാമർശിച്ചിട്ടുള്ള ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോം തന്നെയാണ് ഈ ഇൻ്റർവെൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ അടുത്തൊന്നും ഇരിക്കണോ, അവർക്ക് ധൈര്യത്തിന് പഠിത്തത്തിന് വേണ്ട, ഞാൻ ഇവിടെ ഇരുന്നാൽ മതിയോ? അപ്പം ഞാൻ ഓപ്പോസിറ്റ് ഇരിക്കട്ടെ, ഞാൻ വീഡിയോ എടുത്തിരിക്കുകയാണ്, അത് പൊളിച്ചടിച്ചല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു കുക്കിംഗ് വ്ളോഗ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് എഴുതാലൊക്കെ എഴുതിക്കോ, എന്നിട്ട് നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞാണ്ട് അങ്ങനെ സെറ്റാക്കി വെച്ച് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു കോഴ്സ് ആട്ടത്. അതേപോലെ ഈ കോഴ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് എത്ര മാസമാണ്, ഡ്യൂറേഷൻ എത്ര മാസമാണ്? എനിക്ക് 8 months ക്ലാസ്സും പിന്നെ 4 months ഇന്റേൺഷിപ്പും. അപ്പോൾ 8 month ക്ലാസ്സും അതേപോലെ 4 month ഇന്റേൺഷിപ്പുമാണ് ഇതിൽ വരുന്നത്. അതേപോലെ തന്നെ ഇവർ നമുക്ക് തരുന്ന സർട്ടിഫിക്കറ്റ് പിന്നെ UK അക്രഡിറ്റഡ് ഇൻ്റർനാഷണൽ സർട്ടിഫിക്കറ്റാണ് തരുന്നത് അല്ലേ. അതേപോലെ അതിൻ്റെ കൂടെ തന്നെ എന്ത് തരുന്നുണ്ട്, കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും നമുക്ക് തരുന്നുണ്ട്. വർക്ക് ഫ്രം ഹോമാണ് കേട്ടോ. അതേപോലെ മറ്റു ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടും. അതായത് ഇവർ തരുന്ന ഏറ്റവും വലിയൊരു ഗ്യാരണ്ടി എന്താ വെച്ചാൽ ഒന്ന് 100% പിന്നെ ഇൻ്റർവെല്ലിൽ തന്നെ എന്ത് തരുന്നുണ്ട്, ജോബ് അല്ലേ, പ്ലേസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി നമുക്ക് തരുന്നുണ്ട്. അതായത് ഇൻ്റർവെല്ലിൻ്റെ തന്നെ ലിറ്റിൽ ജീൻ പ്രോഗ്രാമിൽ അല്ലേ നമുക്ക് 100% പ്ലേസ്മെൻറ്റ് ഇവർ അഷ്യൂർ ചെയ്യുന്നുണ്ട്, നമുക്ക് തരുന്നുണ്ട്. അതേപോലെ തന്നെ പിന്നെ ഈ ഒരു കോഴ്സിൻ്റെ പേര് എന്ന് പറയുന്നത് പേരെന്താണ് കോഴ്സിൻ്റെ പറഞ്ഞു കൊടുക്ക്. അപ്പോൾ കോഴ്സിൻ്റെ പേര് ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് അല്ലേ. അതായത് ടീച്ചിങ് ഫീൽഡ് താല്പര്യപ്പെടുന്ന ഏതൊരാൾക്കും എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സംഭവം സെലക്ട് ആക്കാൻ പറ്റും. നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്ഷനായി കയറിട്ടത്. അതേപോലെ ജോലി എങ്ങനെ വരിക, ഓൺലൈനായിട്ട് തന്നെയാണ് ജോലി വരിക അല്ലേ. നമുക്ക് ചെയ്യാം. ഇതിപ്പോൾ എൻ്റെ സമയത്തിനാണ് ചെയ്യണത്, പെട്ടെന്ന് തീർക്കി, എനിക്ക് സമയമല്ല, എനിക്ക് വേറെ പഠിക്കണം. അല്ല 1 hour ഇപ്പം നമുക്ക് ഒരു ക്ലാസ് കുറേ ടൈം ഉണ്ട്, അതിന് നമുക്ക് വേണ്ട ഒരു ടൈമിൽ ഒരു ബാച്ചിൽ നമുക്ക് ജോയിൻ ചെയ്താൽ ആ വേണ്ട സമയത്ത് നമുക്ക് അത് റെക്കോർഡ് വയ്ക്കാറ് നമ്മളെ സമയം പോലെ ഇരുന്ന് കാണുകയും ചെയ്യാം അല്ലേ. ഓക്കെ, റെക്കോർഡ് ക്ലാസ്സും ആണ് ഉണ്ടാവും കേട്ടോ. പിന്നെ അതേപോലെ ഇൻ്റർവെൽ നമുക്കറിയാം, ഇപ്പോൾ ബാംഗ്ലൂരും ദുബൈയിലൊക്കെ ഇപ്പോൾ ഇവർ ഓഫീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ ടീച്ചിങ് ഫീൽഡ് ഇഷ്ടമുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് അല്ലേ. ബാച്ച് വൈസ് ആണ് ക്ലാസ് ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെ കുറേ ആളുകൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ എന്ത് ചെയ്യുക, നമ്മളെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലൊക്കെ എന്ത് ചെയ്യുക, ഞാൻ കൊടുക്കാം. ഞാൻ അങ്ങോട്ട് വരട്ടെ. അപ്പോൾ എന്തൊക്കെയാണ് എഴുതി പഠിപ്പിച്ചിരിക്കുന്നത്, ഇതേതാണ് സൈക്കോളജിയോ, ചൈൽഡ് സൈക്കോളജി ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് അല്ലേ ഇതിൻ്റെ അടിയിൽ കൂടെ. ഓക്കെ, അതൊക്കെ നമ്മൾ കുറേ പഠിച്ചു കേട്ടോ. നമ്മൾ ഇതൊക്കെ പഠിച്ചിട്ടാണ് ടീച്ചർ അയക്കണത്. അപ്പോൾ ഇല്ലല്ല, അതിന് നമുക്ക് സമയമല്ല. അപ്പോൾ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കും, ഇതേമാതിരി വലിയ പഠിപ്പിക്കൂല. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് ഇതിൻ്റെ ഒരു ഞാൻ വിട്ട് അങ്ങോട്ട് നോക്കി, ക്യാമറയ്ക്ക് നോക്കി, ക്യാമറ വിട്ടിട്ട് ക്യാമറ കണക്കിന് വെച്ചിക്കണ ചോട്ടിട്ടു. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, അതേപോലെ കമൻറ്റ് ബോക്സിലൊക്കെ കൊടുക്കുക. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതിൻ്റെ കോൺടാക്ട് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, കിട്ടും. പിന്നെ അപ്പോൾ അതേപോലെ താല്പര്യമുള്ള ആളുകൾ, നമ്മളെ വീഡിയോ കാണുന്ന ഒരുപാട് ഉമ്മമാരും താത്താരും ഒക്കെ ഉണ്ട്, നമുക്ക് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു തരലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ അല്ലേ, പഠിത്തം മുഴുവനാക്കാൻ പറ്റാത്ത ആളുകൾക്കൊക്കെ ഏറ്റവും ബെനിഫിഷ്യൽ ആണ് അല്ലേ. വീട്ടിൽ തന്നെ ഇരുന്നാണ്ട് ചെയ്യാം. ഇനി ജോലിയാണെങ്കിലും വീട്ടിൽ തന്നെ ചെയ്യാന്നല്ലേ. കുട്ടികളൊക്കെ ഉള്ള ആൾക്കാർക്ക് രാവിലെ പോലെ സ്കൂളിൽ പറഞ്ഞേക്കണ തിരക്ക് അതൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ ഈ ഞാനെന്താ ചെയ്തോന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഈ സർട്ടിഫിക്കറ്റ് UK അക്രഡിറ്റഡ് ആയതുകൊണ്ടില്ലേ നമുക്ക് പുറത്തും ഇപ്പം ഇൻ്റർവെല്ലിൽ തന്നെ വർക്ക് ചെയ്യണമെന്നില്ല അല്ലേ, പുറത്ത് പോയാലും ഓഫീസസും കാര്യങ്ങളൊക്കെ പുറത്ത് പോയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് യൂസ്ഫുൾ ആവും, വർക്ക് ചെയ്യാൻ പറ്റും എന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഇത് ഇപ്പം നെക്സ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം എന്താണ്, ഈ ഒരു കോഴ്സാണ് അല്ലേ. ഈ ക്ലാസ് കാണുന്ന ഒരു സാധനം കൂടി ഞാൻ അധികം ഒന്ന് ആഡ് ചെയ്യട്ടെ. ക്ലാസ് കണ്ടുകൊണ്ടിരിക്കണത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓക്കെ. അപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഭാഗം കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ കമൻറ്റ് ബോക്സിൽ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത്. അപ്പോൾ താല്പര്യമുള്ള ആളുകളൊക്കെ ഇതിൽ ഇവരെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളെ കസിൻസിനും അല്ലെങ്കിൽ ഫാമിലിയിലൊക്കെ ഇതേപോലെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കൊക്കെ ഇത് ഉപകാരപ്പെടും. ഓക്കെ, അപ്പം നമ്മളെ ക്ലാസ് ചെയ്യുമ്പോൾ നമ്മൾ നേരെ കുക്കിംഗ് വ്ളോഗിലേക്ക് കിടക്കണം. കുക്കിംഗ് വ്ളോഗ് അല്ല, തക്കാര വ്ളോഗ്, അസറുവിനെ തക്കാരത്തിന് വിളിക്കണ വ്ളോഗ് കേട്ടോ. അപ്പം ഈ സാധനം വാങ്ങാൻ പോകണം, പിന്നെ ബാക്കി പരിപാടികളൊക്കെ നമ്മൾ കാണിച്ചു തരാം. അപ്പം എല്ലാവരും നമ്മൾ വ്ളോഗ് ഫുള്ള് കാണിട്ടോ. Okay, it's a crucial part of early childhood policy. So the
Key points are physical development, cognitive development, and emotional development, and social development. Okay, so physical development കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പോകുന്നത്. റെഡി ആണല്ലോ? ഓക്കെ അല്ലേ? Cognitive development, emotional development, and social development. These are ഫീൽ ചെയ്യാറുണ്ട്. അതെന്തുകൊണ്ടാ? ഇപ്പൊ ഭയങ്കര ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഇഷ്ടത്തിന് വരുന്നതൊന്നുമല്ല, ജസ്റ്റ് ഒരു ഫേസ് കൊടുക്കുക അത്രേ ഉള്ളൂ. ഞാൻ അങ്ങനെ കൂടുതൽ ഇങ്ങനെ ടോക്കറ്റീവ്, അതേമാതിരി സോഷ്യലി ഭയങ്കര ഇൻട്രാക്ട് ചെയ്യുന്ന ആളൊന്നുമല്ല. ക്ലോസ് ആയിട്ടുള്ള ആളുകളോട് നല്ല സംസാരിക്കും, നല്ല ക്ലോസ് ആവും. അല്ലാതെ പെട്ടെന്ന് കണ്ടപ്പോ ഭയങ്കരമായിട്ട് ടോക്സീവാക്കി തോന്നി. ഞാനങ്ങനെ ശ്രദ്ധിക്കുക. ഞാൻ പേഴ്സണലി ആണെങ്കിൽ ഞാൻ നല്ലോണം സംസാരിക്കും. പക്ഷെ ഇങ്ങനെ വീഡിയോ ഒക്കെ ഓണാക്കുമ്പോൾ അങ്ങനെ സംസാരിക്കാന് പിന്നെ കൂടുതലായിട്ട് അങ്ങനെ ഒന്നും കഴിയൂല. വീഡിയോ ഓണാക്കി ഞാൻ പറ്റ സൈലന്റ് ആയി പോവും. ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. കൂടെ കൂടിയിട്ടാണ് ഇപ്പൊ കുറച്ചൊന്ന് വയലന്റ് ആയിരുന്നു തോന്നുന്നു. അതായത് ക്യാമറ കണ്ടാൽ ഓട്ടോമാറ്റിക്കലി ഞാൻ സൈലന്റ് ആയി പോകും. പക്ഷെ കൂട്ടത്തിൽ ഇരിക്കുമ്പോ അങ്ങനെയല്ല, നേരെ ഓപ്പോസിറ്റാ. അതെല്ലാരും ചോദിക്കുകയും ചെയ്യും, ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാരും പറയൂ. അയ്യോ ആ നശ്വത്തിനാണോ എന്താന്നുള്ളത് ഫീൽ ചെയ്തു. അല്ല അതാ ഞാൻ ചോദിച്ചത്. ഹൈലൈറ്റ് വെച്ചാല് അപ്പൊ ആ ആളെ മെയിൻ ഫുഡാണ് ഇന്ന് ആരുണ്ടാക്കാൻ പോണത്? നശ്വ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗാണ് നമ്മളിത് എടുക്കാൻ പോണത്. അപ്പോൾ നമ്മൾ ഫുഡ് വെക്കാനുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ റെസിപ്പി എന്തൊക്കെയാണെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ആ ആളെ തന്നെ വിളിക്കാൻ പോവാണ്. വിളിക്ക്. അതിൽ അസറുന്ന് തിരിച്ച് പോവാട്ടോ, ജോർജിയക്ക് തിരിച്ചു പോവാണ്. അപ്പോൾ പോണതിൻ്റെ മുമ്പ് നശ്വക്ക് ഒരു ആഗ്രഹം, അസറുവിൻ്റെ തന്നെ പിന്നെ എന്താ പറയുക കൈമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരു ഐറ്റാണ്. എന്താണ് അതിൻ്റെ പേര്? മജ്ബൂസ്. അത് ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ അസറുവിനോട് തന്നെ റെസിപ്പി ചോദിക്കാൻ പറഞ്ഞു. എന്നോട് ചോദിച്ചു, എനിക്കറിയില്ലായിരുന്നു. അതല്ല അതല്ല, ഇങ്ങക്ക് സുഖം തന്നെയല്ലേ? അസറോ സുഖം തന്നെ അല്ലേ? പനിച്ച് വരച്ച് കടന്നിട്ട് വിളിച്ചതായി പോണി. നിങ്ങള് ഫുഡൊക്കെ കഴിച്ചോ? കഞ്ഞിയാണോ? കഞ്ഞി പിന്നെ ഇങ്ങളെ മറ്റേ റെസിപ്പി ഇല്ലേ മജ്ബൂസിന്റെ, അന്ന് പറഞ്ഞുതരോ? മജ്ബൂസിന്റെ റെസിപ്പിയാ? അത് ഇപ്പൊ KFCന്റെ റെസിപ്പി ഇപ്പൊ KFCന്റെ മുതലാളികൾ പറഞ്ഞു കൊടുക്കുവോ? എനിക്ക് മാത്രം പറഞ്ഞാ മതി, പുറത്തു പോവില്ല. അനക്ക് മാത്രം പറഞ്ഞു കഴിഞ്ഞാല് അത് എന്താ അറിയോ, ഞാൻ ഇപ്പൊ പറഞ്ഞിരുന്നതിന് കുഴപ്പമില്ല. പറഞ്ഞിട്ട് നമുക്ക് പാളി കഴിഞ്ഞാല് അതിന്റെ റെസിപ്പിനെ ബാധിക്കും. അപ്പൊ ഞാൻ പുറത്തു പറയില്ല, നിങ്ങളെ പറഞ്ഞു. അതെ, ഞാൻ ഇപ്പൊ പറഞ്ഞിട്ട് പാളി കഴിഞ്ഞാൽ അന്ന് ചെക്കന്മാരെല്ലാരും കക്കടമ്പിൽ നോണ പറഞ്ഞ പോലെ ആവും. അതിന്റെ ബാഡ് ഫുൾ ഓന് ബാധിക്കും. അത് അപ്പൊ ഞാൻ പറയില്ലല്ലോ, ഞാൻ പുറത്ത്. ഓൾറെഡി കുക്കിംഗ് വ്ലോഗ് ഞാൻ 2 കണ്ടിക്കണേ, അതൊക്കെ പാളിയേക്കാണ്. അപ്പൊ പിന്നെ ഇന്റെ ഒരു റെസിപ്പി ഞാൻ പറഞ്ഞത് പാളിക്കണോ വെറുതെ? ഇമോഷണൽ ഡാമേജ് വേറെ എവിടുന്നേലും ഉണ്ടോ? അത് നമ്മക്ക് ശരിക്കും ക്ഷീണാണല്ലേ? അത് നമുക്ക് ക്ഷീണം, വളരെയധികം ക്ഷീണം ചെയ്യും. എന്താ ചെയ്യപ്പോ? ഓ പറഞ്ഞിരുന്നില്ല. അപ്പൊ എന്താ വെച്ചാലേ ബോസ് രാവിലെ മുതലേ അസുറൊക്കെ ഉണ്ടാക്കിയ സാധനം ഉണ്ടാക്കണം, ഞാനതാ ഫുഡ് ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് അന്നെ തന്നെയാണ് ഫുഡ് കഴിക്കാൻ വിളിക്കണത്. അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. പക്ഷെ ഞാൻ പറഞ്ഞ പാളി കഴിഞ്ഞാൽ അതിനെ ബാധിക്കൂല. അപ്പച്ചി പറയണോ പാളി കഴിഞ്ഞാൽ പറയണം അസുറൊന്നും ഉണ്ടാക്കിയത് അടിപൊളി പറ്റിയാണ് പറയണം. അത് ഞാൻ ഏറ്റു. എന്നാ റെസിപ്പി ചോക്ക്. റെസിപ്പി പറഞ്ഞുതരുമോ? ഒരു മിനിറ്റ് തന്നെ ടൈപ്പ് ചെയ്യട്ടെ. പോവാണേ. എടുത്തു പറഞ്ഞോളി. നമ്മള് പ്രാചീന ശൈലിയിലാണ് ഞാൻ റെസിപ്പി പറഞ്ഞുതരാം. ഓക്കെ ഡൺ. ഓക്കെ, നമുക്ക് അതിൽ വേണ്ട ചേരുവകൾ സൺഫ്ലവർ ഓയിൽ. ഒരു മിനിറ്റ്. സൺഫ്ലവർ ഓയിൽ. ഓക്കെ. പിന്നെ മറ്റേ കറുകപ്പട്ട, മറ്റേ മൈക്ക് പോലത്തെ മറ്റേ സാധനം ഉണ്ടല്ലോ, ഗ്രാമ്പു. കറുകപ്പട്ട, ഗ്രാമ്പു, പിന്നെ ഏലക്കായി. ഒരു 8 ആൾക്കാർക്ക് കേട്ടോ. ഞാൻ എന്റെ ഉമ്മാക്കും കൂടി മറന്നിട്ടില്ല. സീക്രട്ട് റെസിപ്പി
ഫസ്റ്റ് ഞാൻ തന്നെ ഇത് ഉണ്ടാക്കും. ഭയങ്കര ഡിമാൻഡിങ് റെസിപ്പിയാണിത്. യൂട്യൂബിൽ ആരും ഇന്നവരെ ഇങ്ങനത്തെ റെസിപ്പി ചോദിച്ചിട്ടില്ല. ഭയങ്കര ഡിമാൻഡ് കാര്യം പറയാം, തമാശയൊക്കെ അല്ലോ. ഞാൻ കൊറേ നോക്കി പക്ഷെ അന്ന് നമ്മള് വ്ളോഗ് ഇട്ടിട്ട് നമ്മളെ യൂട്യൂബിൽ പ്രത്യേകത എന്താ ശിവ, ആ അനക്ക് നാളെ ഒരു ഗസ്റ്റ് ആള് വരികയാണെങ്കിൽ അരമണിക്കൂർ മുന്നേ അത് ഉണ്ടാക്കണം. എനിക്ക് ഇന്ന് വൈകുന്നേരം ഒരു ഗസ്റ്റ് ഉണ്ട്. ആ വല്ല മന്ത്രിമാരെ കാരം ബാസിൽ കൊണ്ടുവരണേ കാരം. ഇന്ന് ജോർജിയക്ക് പോവാണ് ആ ഗസ്റ്റ്. ആ ഞാനാണോ? അതെ ഞാനല്ലേ ഫുഡ് ഇമ്മന്ത് കാട്ടിക്കണ ഇപ്പുറത്ത് എഴുതാൻ മേടിച്ചിട്ടേ വോയിസ് റെക്കോർഡ് ഓണാക്കി. സൺഫ്ലവർ ഓയില് പിന്നെ കറുകപ്പട്ട ഗ്രാമ്പു. ആ വേണം. കാരണം അത് പോളോ ഇല്ലെന്ന് അറിയില്ല. ആ സ്വിച്ച് ഒന്ന് ഓഫ് ആക്കോ. ഇമ്മ ഒരു സേഫ്റ്റിക്ക് അവിടെ കുറച്ച് വെച്ചോളിട്ടോ. ഇവിടെ പാലേ ഞാനും ഉണ്ടാവും അങ്ങോട്ട്. ഓ ഇമ്മ അത് അടിപൊളിയാട്ടോ. പിന്നെ ബസ്മതി റൈസ് വെള്ളത്തിൽ കുതിർത്ത് വെക്കണോ? ആണ്. എടാ ഈ ബസുമതി റൈസ് വൈറ്റ് ആണോ ഗോൾഡ് ആണോ? തനക്കില്ല എന്താ പറഞ്ഞേ? ഓക്കെ അത് കൊടുക്കണേ. ഓക്കില്ല പറഞ്ഞടാ, നമ്മളാ ലെവൽക്ക് എന്തായാലും വരില്ലല്ലോ. അല്ല അങ്ങനെ വരും, പക്ഷെ അങ്ങനെയല്ല, ഇത് രണ്ടും ഡിഫറൻസ് ഉണ്ടല്ലോ. ഓക്കെ ഓക്കെ വൈറ്റ്. അപ്പോൾ ഗായ്സ് നമ്മളിതാ സാധനങ്ങളൊക്കെ വാങ്ങി വന്നു. ഇതാക്കണേ സാധനങ്ങൾ ഇതൊക്കെ ഉണ്ടോ കാണിച്ചു കൊടുത്താൽ. അപ്പോൾ എന്തൊക്കെയാ വെച്ചാൽ അസുർ പറഞ്ഞ ലിസ്റ്റ് ഫുള്ള് ഉണ്ട് അല്ലേ. വെളുത്തുള്ളി ഇത് ഫുൾ ഒറ്റയ്ക്ക് ഞാൻ തൊലിച്ചു. പിന്നെ അരി ഉണ്ട്, പിന്നെ മല്ലിച്ചപ്പ്, പുതിന, വെളുത്തുള്ളി, പിന്നെ ഓൻ പറഞ്ഞ സാധനങ്ങളാട്ടോ ഇതൊക്കെ. അല്ല ഇത് വെല്ലുള്ളി എന്ന് പറഞ്ഞത്. വെല്ലുള്ളി അല്ലേ? സോറി അറിയാ പറഞ്ഞ. ഇതെന്താണ്? മഞ്ഞൾ പൊടി, ചിക്കൻ മസാല. ഇത് മാഗി കട്ട. റെസിപ്പി നോക്കിക്കോളൂ കേട്ടോ, കാരണം അസുർ പുറത്തു വിടാത്ത റെസിപ്പിയാണ്, നമുക്ക് വേണ്ടി പറഞ്ഞതാണ്. ഇനി ഇവിടെ എങ്ങനെ ഉണ്ടാക്കണമെന്നല്ലേ നമുക്ക് കണ്ടറിയാം. പിന്നെ തക്കാളി വാങ്ങിക്കണ്, പിന്നെ ഐശൂനി വാങ്ങിക്കണ്, പിന്നെ തൈരുണ്ട്. തൈര് നമുക്ക് ആവശ്യമില്ല. ഇല്ല ഓക്കെ സോറി. അല്ല അത് ഇതാക്കണോ? ഇല്ല ഇങ്ങടെ കൊണ്ടാ ഇല്ലല്ല ഇങ്ങടെ കൊണ്ടാ. അപ്പൊ ഗായ്സ് ഇത് കാണിച്ചു തരാൻ അയക്കണില്ല. ആയിക്കോട്ടെ ഇങ്ങടെ കൊണ്ടാ. പറ്റില്ല. അപ്പൊ ഗായ്സ് ഇതാണ് സീക്രട്ട് റെസിപ്പി, അതായത് മജ്ബൂസ് മസാല. അപ്പോൾ ഇതിൻ്റെ മെച്ചം എന്ന് വെച്ചാൽ ഇതിട്ടാൽ തന്നെ പകുതി ഇത് ശരിയാവും. അപ്പോൾ എന്താ വെച്ചാൽ മജ്ബൂസ് നമ്മൾ ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ മജ്ബൂസിൻ്റെ മസാലയാണിത്. അപ്പോൾ ഇതിട്ടാൽ തന്നെ ഇതിൻ്റെ കുറേ ചൊയും പുളിയൊക്കെ ഇത് കാണിച്ചു കൊടുക്കട്ടെ. കുറേ ചൊയും പുളിയൊക്കെ എന്തായും ഇതിൻ്റെ കിട്ടും. ഇതിൻ്റെ എല്ലാ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഇതിന് ഓട്ടോമാറ്റിക് വരും കേട്ടോ. അപ്പോൾ പകുതി ഈ സാധനം വർക്ക് ചെയ്യും, ബാക്കി പകുതിയാണ് അരപണി, എൻ്റെ പണി. അപ്പോൾ അതെങ്ങനെയാണ് എന്താണുള്ളത്, ഇനി അസുർ വന്നിട്ട് ഓൻ തന്നെ തിന്നുകൊണ്ട് എന്ത് ചെയ്യണം, ഇതിന് അഭിപ്രായം പറയണം. അപ്പോൾ അറിയാം ഇതിൻ്റെ ഒറിജിനൽ റിവ്യൂ എന്താണുള്ളത്. അപ്പോൾ ഇത്രയും സാധനങ്ങളും ഇതിലേക്ക് പിന്നെ നമുക്ക് വേണ്ട സാധനമാണ് ചിക്കൻ. ഇതാക്കണേ ചിക്കൻ, ഇതങ്ങനെ ഇതാക്കി വെച്ചിക്കണേ. ചിക്കൻ ഞാൻ കഴിക്കണോ ചെയ്യിക്കണോ? ഞാൻ തന്നെ കഴിക്കാം. ഓക്കെ അല്ല അതൊക്കെ നമ്മൾ ചെയ്തു തരും. അപ്പം നെസ്വൻ്റെ ഈ ഒരു തക്കാരത്തിൽ പങ്കെടുത്തതിന് ശേഷമാണ് അസുർ എന്ത് ചെയ്യാൻ പോണത്. അപ്പോൾ വേറെ എന്തെങ്കിലും ഉണ്ടോ? എൻ്റെ സ്പെഷ്യൽ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അതായത് ഓൻ്റെ ഐറ്റം തന്നെ ഉണ്ടാക്കിയാണ് ഓനെ ഞെട്ടിക്കുക, അതാണ് എൻ്റെ പ്ലാന് അല്ലേ. അപ്പോൾ അതെന്താവുന്നില്ല നമുക്ക് നോക്കുക. അസുർ പറഞ്ഞിക്കണ് ഞാൻ കൊളായി തന്നെ പറഞ്ഞിക്കണ്. അപ്പോൾ അസുറാണ് എനിക്കറിയില്ലേ, ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇല്ല മാതിരി പറയും. അപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുക്കും. അപ്പോൾ ആളുകൾക്ക് ഇതിൻ്റെ എൻ്റെ അസുർ പറഞ്ഞത് വെച്ചാൽ എൻ്റെ ആദ്യത്തെ 2 കുക്കിംഗ് വ്ളോഗ് തന്നെ ഞാൻ കണ്ടിക്കണ്, അതെന്നെ പാളിക്കണെന്നൊക്കെ അസുർ പറഞ്ഞു. ഏത്? ആ മക്രോണി രസം ഉണ്ടായില്ലമ്മ അല്ലേ? മറ്റേ പാളില്ലമ്മ? ശരിയാവും പറഞ്ഞത് എത്ര ഇത് ശരിയാവും പറഞ്ഞത് ശരിയാവണ്ടേ? ഓക്കെ അല്ല ശരിയായാൽ മതി. അല്ല ഞാൻ ഞാൻ എന്താ വെച്ചാൽ ഞാൻ ഇങ്ങനെ നിങ്ങളെ പറയണത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഒരു വാശി വരണുള്ളിൽ, എൻ്റെ ഈഗോക്ക് ഹേർട്ടാണത്. എന്നിട്ട് എന്ത് ചെയ്യണം, ഇന്നോടുള്ള വാശിക്ക് ഇതൊക്കെ പഠിച്ചെടുത്ത്
ഫീൽഡ് ഔട്ട് ആയത് ഇനി ഇതാവണം. അല്ല എന്തോ ആയിക്കോട്ടെ. എന്നിട്ട് ഞാൻ ഇത് ഇങ്ങനെ പറയുന്നത് എന്തിനാരോ, ഇത് ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് എടുക്കണം. അതായത് എൻ്റെ ഈഗോക്ക് ഹേർട്ടായിട്ട് എന്ത് ചെയ്യണം, ഇത് ഇന്നോടൊരു വാശി വരണം, ഒരു ദേഷ്യം വരണം. ദേഷ്യമല്ല വാശി. ഇന്നെ ഫുഡ് ഉണ്ടാക്കി ഞെട്ടിക്കുന്നൊക്കെ പറഞ്ഞാണ്ട് എന്നിട്ട് എന്ത് ചെയ്യണം, ഇടക്കിടക്ക് ഇതേമാതിരി ഓരോ വെറൈറ്റി ഫുഡുകൾ എനിക്ക് തന്നെ ഉണ്ടാക്കി അങ്ങനെ ഇന്നെങ്ങനെ ഞെട്ടിക്കുക. എന്റെ ഇതല്ല, നിങ്ങളിന്റെ ഓരോ റെസിപ്പിനെ കുറ്റം പറയുമ്പോൾ ഞാൻ നോട്ട് ചെയ്ത് വെക്കും. എന്നിട്ടോ കാര്യത്തിൽ എന്നിട്ട് അതിനൊക്കെ എനിക്ക് ഓരോ സാധനങ്ങൾ വാങ്ങി തരുന്നു. അത് കമ്പനിക്ക് നഷ്ടമാണല്ലോ ആ കളി. അങ്ങനെ പറ്റില്ല. ഞാൻ തിന്നാണ് ചിലപ്പോൾ ഇറച്ചി ഉണ്ടാവും കേട്ടോ തിന്നാൻ. അതായത് നമ്മളെ ഫുഡിയാണ് ഇറച്ചി. അപ്പം എന്താ വെച്ചാൽ ജെന്യൂൻ റിവ്യൂ എന്ന് എനിക്ക് പ്രതീക്ഷിക്കാം. ചിലപ്പോൾ എനിക്ക് നിലമ്പൂർ ബോർഡറിലേക്ക് ഇനി പ്രവേശനം ഉണ്ടാവില്ല, മഞ്ചേരി തന്നെ കുത്തിരിക്കേണ്ടി രുചി. അപ്പം എന്താ വെച്ചാൽ അസുറ് പോകുമ്പോൾ ഇത് തിന്നുകൊണ്ടാ പോണത്. പണി ഉണ്ടാക്കരുത്, ഫ്ലൈറ്റിലൊക്കെ പോണതാണ്. ബാത്റൂമും കൂടി കറക്റ്റ് ടൈമിൽ കിട്ടൂല. ഐശ്വര്യം വേണ്ടേ, അമ്മായിൻ്റെ ഇത് വേണ്ടേ ഫുഡ്? അമ്മായി മതി, ആൻറ്റി വേണ്ട, കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട. അമ്മായി ആ മതി കേട്ടോ. ഇംഗ്ലീഷ് പറയുമ്പോഴാണ് ആൻറ്റിയൊക്കെ. അപ്പോൾ ഓവർ ഡെക്കറേഷൻ ഒന്നും വേണ്ട, അത്ര തന്നെ ധാരാളം. സ്കൂൾ എങ്ങനെ ഉണ്ട് പറഞ്ഞു കൊടുത്താ? അങ്ങനെ വരാൻ വൈകില്ലല്ലോ. കുട്ടി നല്ല കുട്ടിയല്ലേ, സ്കൂളിൽ പോകാനില്ലേ? എന്തേ ആന്റിനും കുട്ടീൻ്റെ ഒപ്പം കൂട്ടാലോ സ്കൂൾക്ക്? അസുർ എപ്പോഴും പറയണ മെയിൻ ഷെഫുകൾക്ക് കുറച്ച് പണികളുണ്ട്. ഓനെന്താ വെച്ചാൽ അതിൻ്റെ എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് വന്നൊരു സാധനം ഇടാണ്ട്. നിങ്ങൾ കല്യാണത്തിനൊക്കെ കല്യാണ പെരയിലൊക്കെ വന്നിട്ട് പണ്ടാരി ലാസ്റ്റ് ഉണ്ട്. അതേമാതിരി ഞാൻ നിങ്ങളെല്ലാം കാട്ടിക്കേണ്ടി ലാസ്റ്റ് അങ്ങോട്ട് വരും. അല്ല ഇതിൻ്റെ ഒരു ഇത് ഇടാനേ, ലാസ്റ്റത്തെ സംഭവം ഇടാനേ. എന്നിട്ട് അപ്പോൾ ഇതിന് അസുറിനെ കൊണ്ട് വരുമ്പോൾ നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ സെറ്റാക്കിയാൽ മതി. അപ്പോൾ അങ്ങനെയാണ് നമ്മളെ പ്ലാൻ കേട്ടോ. അപ്പോൾ അസുറു ഇനി പോണീൻ്റെ മുന്നോടിയായിട്ടുള്ള ഡ്രസ്സ് എടുക്കാനും സാധനങ്ങൾ വാങ്ങാനും അവിടെ റൂമത്തെ ചെക്കന്മാർക്ക് സാധനങ്ങൾ വാങ്ങാനൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഇപ്പോൾ അതിന് പോവാണ്. അപ്പോൾ ഇത്രയും പണിയാൽ ഞാൻ ചെയ്ത് നിൽക്കണേ. റെസിപ്പി ഫുൾ അസുറുവിനെ എന്ത് ചെയ്തിരിക്കണേ വാങ്ങിട്ട് നിൽക്കണേ. നമുക്ക് അസുറുവിനെ വേണമെങ്കിൽ ഒന്ന് വിളിക്കാം. സെറ്റ് ഞങ്ങളുടെ അടുത്ത് സാധനം ഉണ്ട്. അസുറു എന്താ ബോസ് എന്താ കാട്ടിയറിയോ? ആദ്യം പോയി ഈ സാധനം വാങ്ങി മജ്ബൂസ് മസാല. അസുറു സ്റ്റക്കായി നോക്കട്ടെ കേട്ടോ. ഇതെന്താ ക്ലിയർ ഇല്ലാത്ത? ഹലോ അസുറോ? ആ അപ്പൊ കേക്കണ്ട്. പിന്നെ ഇവിടെ എന്തൊക്കെയാ കാട്ടി കൂട്ടുന്നുണ്ട് ഒരാള്. മജ്ബൂസ് മസാല പോയിങ്ങാണ്ട് മജ്ബൂസിന്റെ മസാല വാങ്ങി. നല്ല തീരുമാനം. അത് കുറച്ചിട്ടാ മതി. അത് മറ്റേ അത് കുറച്ചിട്ടോ, അത് ഞാൻ ഇട്ടിട്ടില്ലേ ഇനി. പക്ഷെ എന്നാലും കുറച്ചിട്ടോ, ഞാൻ പറഞ്ഞതാ. ഇല്ല അതെന്തിനാ അറിയാം. മെയിനായിട്ട് നമ്മൾ ഈ അറബിക്ക് മജ്ബൂസ് കപ്സ് ഉണ്ടാക്കുമ്പോ അതിനായിട്ടുള്ള സ്പെഷ്യൽ മസാല ഉണ്ട്. ഈ കപ്സ മസാല, അറബി മസാല ഉണ്ട്. അപ്പൊ അതുകൂടെ കിട്ടൂല. അതിന് പകരം നമുക്ക് ഈ പൊടികൾ യൂസ് ചെയ്താല് ആ ഒരു ചോയ കിട്ടും. ചോയ കിട്ടും. എത്ര നെയ്യൊക്കെ? അത് സൺഫ്ലവർ ഓയിലാണ്, നെയ്യല്ല. അതിവിടെ ഇത് മറ്റേ എത്ര വേണ്ടി ഏകദേശം? 1 kg റൈസ്, 1 കിലോനുള്ളൂ അരി. കൈസഹായത്തിന് ഇമ്മുണ്ട്. നെയ്യ് കൂട്ടണോന്ന് വേണ്ടല്ലോ? നെയ്യ് വേണ്ടല്ലോ. അസറെടുത്തുണ്ടാവും. ഇതിപ്പോ ഒരു കോളാക്കി ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ തിന്നണല്ലോ. ഉള്ളി എടി ഇപ്പൊ തന്നെ ഉള്ളി ഇടാൻ. ഉള്ളി തരി എത്ര ഇടണം അസറോ? ഉള്ളിട്ടു. ഉള്ളി 1.5 ഉള്ളി ഇട്ടു. ആ ഇമ്മോണല്ലോ ഫുള്ള് ഉണ്ടാക്കണത്.
മുന്നു പോവല്ലെങ്കിൽ ഓക്കെ ക്രെഡിറ്റ് ഫുള്ളും മുന്നേ പോകുന്നത്. ഇനിയോ ഇനി എന്താ കാട്ടണ്ടേ? ഉള്ളിട്ടു. ഇതിട് കറുകപ്പട്ട ആ ഇതല്ലേ ഏലക്കായ് വേണോ? ഏലക്കായ ഇടണം. ഓക്കെ അസറോ ചിക്കൻ ഇങ്ങനെ കേക്ക് വെച്ചിക്കണോ? ഏലക്കായ് ഒന്ന് കുത്തി പൊടിക്കണോ? ഇതിടട്ടെ? അതൊക്കെ ഞാൻ പറഞ്ഞു. ഇത് ഫുള്ളിടണ്ട. മറ്റേ ഇതുണ്ടല്ലോ, ഇതിനെന്താ പറയാ, മാർഗ ഡിമാൻഡ് കേട്ടോ അസറോ എന്റെ കുക്കിങ്ങിന്. പട്ട പട്ട കുറച്ചിട്ടാ മതിയാ. ഓക്കെ അസറോന് ഉമ്മ അവിടുന്ന് പറഞ്ഞു കൊടുക്കണ്ടേ. ഉമ്മാനോട് പേര് വെച്ചാണ്. ഇച്ച് സിനമോൺ മാത്രമേ അറിയുള്ളൂ. ഓ സിനമൺ ഓക്കെ ഇട്ടു. ഇനി ഗ്രാമ്പ് അസറോന് ഇംഗ്ലീഷ് അറിയുള്ളൂ. ഓക്കെ. ഗ്രാമ്പ് എത്ര ഇനി ഏലക്കായി എത്ര ഇടണം? ഏലക്കായി 3-4 ഇട്ടോ. ഓക്കെ ഇജ്ജ് ഒന്ന് നോക്കിക്കട്ടെ അസറോ എന്തൊക്കെയാ ഇടുന്നുണ്ട്. വേറെ മറ്റേതോ ഗ്രാമ്പുവോ? ഗ്രാമ്പു ഒരു 8 ഇട്ടോ. അസറോ മിൽമന്റെ കുപ്പി ഉണ്ടേ നെയ്യ് ഇടണേ എത്തിക്കണേ. ഇത് മറ്റേ പേരുടെ അസറോ പെരിയിൽ കണ്ടില്ല സാവനപ്പിന്റെ ഉപ്പിലൊക്കെ വെള്ളാക്കി വെച്ചാണ്ട് ഫ്രിഡ്ജ് കൊണ്ടേക്കണേ. ആ പരിപാടിയാണ് ഇതേ. ഓക്കെ അല്ലേ? പ്രോട്ടീൻ പൗഡറിന്റെ കുപ്പിയിലൊക്കെ മസാലപ്പൊടി ഇട്ടേക്കണ ആ സംഭവമാണേ. അതന്നെ ഇന്റെ പ്രോട്ടീൻ പൗഡറിന്റെ കുപ്പിയിലൊക്കെ ഇവിടെ മസാലപ്പൊടിയാണ് ഇപ്പൊ അരിപ്പൊടിയൊക്കെ. ഇത് കേക്ക് ആ പറയും ആ ഓക്കെ സോറി ഇനി എന്താ? ഏ വെളുത്തുള്ളി ഇടട്ടെ? അസറോ വെളുത്തുള്ളി ഇടട്ടെ? വെളുത്തുള്ളി ഇഞ്ചി കുറച്ചിട്ടാ മതി. ആ വെളുത്തുള്ളി കൂടുതലും ഇഞ്ചി അതിന്റെ പകുതിയും. ആ വെളുത്തുള്ളി കൂടുതലും ഇഞ്ചി എൻ്റെ പകുതി കേട്ടോ. ഇഞ്ചി എടുത്തില്ല എടുത്തോളി. ആ ഓക്കെ ഇതാട്ടോ. ഇഞ്ചി വേണം. അസറോ എവിടെ കേട്ടോ MBBS അല്ലേ പഠിച്ചത്? ഷെഫ് പിള്ളയാണോ? ഇജ്ജ് മറ്റേ ഷെഫ് ആവല്ല പഠിത്തണോ പഠിച്ചതൊരു ഡൗട്ട് ഉണ്ട്. ഇത് പുറത്ത് പോകുമ്പോ എനിക്ക് മനസ്സിലാവും ബാസിലെ. ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് പഠിച്ചും. എനിക്ക് മനസ്സിലാക്കണം കേട്ടോ. ഉപ്പിടട്ടെ? ഞാൻ ഇവിടെ സഹായിക്കലുണ്ട് വീട്ടില്. കുറച്ച് ഉപ്പിട്. കേട്ടോ. 1 സ്പൂണ് 2 സ്പൂണ്. പിന്നെ ഓരോ സ്പൂൺ നോക്കി കളി. തക്കാളി ഇടാനായി. ഇത് ചെറിയ സ്പൂൺ അമ്മ, കുഞ്ഞി സ്പൂണാ. ഏ ഇമ്മ നശ്വന്റെ ബ്ലോഗിങ് ഞാൻ കാണണ്ടേ. ഉമ്മ ഗ്രൗണ്ട് സപ്പോർട്ട്. ഇനി എങ്ങനെ ഞാൻ ബ്ലോഗും കൂടി കാണാം? ഇത് വീഡിയോ കോൾ തന്നെ അല്ലേ കാണേണ്ടത്? ഉണ്ടാക്ക്. അതെ ഇനി ബ്ലോഗാണ് വരാതെ. ഇനി എന്താണ് ഇമ്മ എന്ത് ചെയ്യണേ? ഇഞ്ചി അസറോ അരി ഇടാനായില്ലല്ലോ. ആദ്യം മസാല റെഡി ആവണ്ട എന്നിട്ട് സോറി. അല്ല ഇത് എന്തായാലും ഒക്കെ പാടെ ഇതിക്കന്നെ ഇടണത്. എപ്പോട്ടാലും ഇപ്പൊ എന്താണ് അങ്ങനെ ഉണ്ടല്ലേ? ഓ ആയിക്കോട്ടെ. നമുക്ക് വെളുത്തുള്ളി ഇട്ടാലോ? സുഹൃത്തുക്കളെ അത് അറിയണല്ലോ പറയട്ടോ. 1 സ്പൂൺ അല്ലേ? എന്തായാലും ഇതൊക്കെ ഈ കുക്കർക്ക് തന്നെ ഇടാലുണ്ട്. പിന്നെ ഇത് എപ്പോട്ടാലും ഇപ്പൊ എന്താ പ്രശ്നം? അങ്ങനെ മകെന്താ പറയണ്ടത്? എന്തമ്മാ? തൽക്കാലം ഞാൻ ഒരു കാര്യം പറയാം. ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കി കാണിച്ചു തരാം. പിന്നെ ഞങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടായി അവിടെ അസുറനെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ച് കാണിച്ചു തരാം. അങ്ങനെ കാട്ടിയാ മതി ആദ്യം. അത് നല്ല ഐഡിയ ആണ്. പച്ചമുളക് സ്ക്രിപ്റ്റിലില്ലല്ലോ. പച്ചമുളക് വേണല്ലേ അമ്മ? പച്ചമുളക് ആ അത് ഇപ്പൊ കൊണ്ടുവരും. അതൊക്കെ ഇവിടെ സ്റ്റോക്കാണ് മൂന്നിൻ്റെ അടുത്ത്. ആ ഏ എങ്ങനെ? ആ പച്ചമുളക് നടു കീറിടണം അമ്മ. നടു കീറിടണല്ലോ. എത്ര പച്ചമുളകാണ് അസറോ? നടു കീറിയാണ്ട് 5 പച്ചമുളക് കിട്ടുക. വേറെ ഒന്നും ചെയ്യണ്ട. എങ്ങനെ തക്കാളി നോക്കി. ഇത് ഫുള്ള് വേണ്ടി വരൂലേ? അസറോ തക്കാളി ഇത് വേണ്ടേ? ഇതില് 2 ഉള്ളി ഉണ്ട്. 2 ഉള്ളി ഉണ്ട്. മതി.
പച്ചവെള്ളം ഇട്ടോ, പച്ചവെള്ളം കിട്ടും, പച്ചവെള്ളം കിട്ടും. മാഗി ക്യൂബ് ഇടണോ? ഇപ്പൊ തന്നെ ട്ടോ. മാഗി കട്ട, മാഗി കട്ട ഓമ്പോ ഉള്ളിമേല് തക്കാളി മേല് ഇപ്പൊ തന്നെ പിടിച്ചു. കുടിച്ചോളൂ. ഒന്നിട്ടാ മതിയോ? ആ ഒരു മാഗി കട്ട. ഒന്നല്ല, ഒരു മാഗി ക്യൂബിന്റെ ബോക്സിൽ 2 ഉണ്ടാവൂലേ? ആ അത് രണ്ടും ഇടും അല്ലേ? അത് ചെയ്യണം. ഓ മതി. ഇനി ഇളക്കി കൂടെ. ഇളക്കാൻ ഇളക്കണോ? ഗരം മസാല അര മതിന്നോ? ഏതടി ഗരം മസാല ഏതാ? ഞാൻ ഇടണോ? എന്തൊന്നും ഇന്ന ഇടാനൊക്കെ ഉള്ളല്ലോ. എല്ലാം ഉളഞ്ഞിടുമ്പോ ഒക്കെ ഉളഞ്ഞിടണേ. അസറ നാരങ്ങ ഉണ്ട് ഉണങ്ങിയ. വെള്ളം വെച്ചിട്ടിടാം ഉണക്കാനാണ്. ഇത് പേസ്റ്റ് ആയി. പേസ്റ്റ് ആയല്ലോ, പേസ്റ്റ് കാണിച്ചെടുത്താ. ആ പേസ്റ്റ് ആയി. ഇനി നേരെ എന്താ ചെയ്യേണ്ട വെച്ചാല് അതിന്റെ മേലൊക്കെ ചിക്കൻ ഇട്, ഫുള്ള് ചിക്കൻ ഇട്. ഓ ചിക്കൻ ഞാടാ, ചിക്കൻ ഞാടാ. ഞമ്മള് തൊട്ടപ്പോ കേടരും അല്ലേ? ചിക്കൻ ഫുള്ള് ഇടല്ലേ സറോ? ചിക്കൻ ഫുള്ള് ഇട്ടോ. ഞാൻ ഇളക്കണ്ട സറോ. കൈ പൊള്ളി. പനി വിട്ടുകാണ്ട് ആദ്യത്തെ ചോയ ഭക്ഷണം തിന്നാൻ പോണ നെശ്വന്റെ കാര്യം പറയാം. ഫ്ലൈറ്റില് ഞാൻ പറയാം സറോ, ഫ്ലൈറ്റില് ബാത്റൂമും കൂടി ഭയങ്കര റിസ്ക് ആണ്. അസറോ അരിട്ടോ. ഓ സെറ്റ്. ഇതൊന്നൊരു പൊളി പൊളിക്കും. ഇത് കൊള്ളാം. നിങ്ങൾ തന്നെ ഫുഡ് ആയി തരുന്നത്. ഇന്നിവിടെ രാത്രി ഫുഡില്ല ഇറങ്ങണ ഞാന്. ഇന്ന് എന്തായാലും തന്നെ തിന്നു എല്ലാരും. ബസ്ർബാക്കല്ലേ വേണമെങ്കിൽ വേറെ കൊണ്ടുവരാം. വയറുവേനൊക്കെ അല്ലാണ് പാവം. വീഡിയോ കോളേ ഉണ്ടല്ലേ? ഇളക്കിക്കോ. ഇറച്ചിക്കും ചോറുക്കും കൂടി ഇല്ല ഉപ്പാണ്. പറഞ്ഞില്ലേ അപ്പൊ ഉപ്പ് കൂടുതലായിട്ട് തോന്നണം. നിങ്ങൾ ചോദിക്കുമ്പോ നല്ല ഉപ്പുള്ള മാതിരി തോന്നണം, എന്നാലേ ചോറ് ആ നല്ല ഉപ്പില്ല തോന്നണത്. അപ്പോഴാണ് ഉപ്പിടുന്നത് ഇമ്മോ അമ്മ പിടിച്ചോളൂ. ഉമ്മ ഞാൻ സെയിം മെന്റാലിറ്റിയാണ്. ഓക്കെ ഉപ്പിട്ടു. നല്ല ഉപ്പുള്ള മാതിരി തോന്നുന്നുണ്ടോ ഇളക്കിയിട്ട്? നോക്കട്ടെ, ഇളക്കണുള്ളൂ. നല്ല ഉപ്പ് ഉണ്ടായി തോന്നുന്നുണ്ടോ കിമ്മ? ഓവറായി തോന്നണം. ഉപ്പ് ഓവറായി തോന്നണമെന്ന്. ഓ ഇതുണ്ട് കേട്ടോ സറോ. ഓരോന്നോറും ഡോക്ടർ മാത്രമാണ് ഉണ്ടാക്കി പഠിച്ചതാ. റൂമിലേ എല്ലാവർക്കും ഭക്ഷണം കഴിക്കണ്ടേ? ഡോക്ടർന്ന് പറഞ്ഞ എരി കുത്തുന്ന ഉപ്പ് കൂടുതല് കൂടുതൽ ഒന്നും തുള്ളി കൂടി വേണം. കുറച്ചുകൂടി ഇട്ടാ കൂടുതലായി തോന്നും. ഇനി ഇത് തളച്ചിട്ടാണ് മൂടി വെക്കണ്ടേ? അല്ല മൂടി വെച്ചിട്ട് തിളക്കണം. തളച്ചിട്ട് മൂടി വെക്കണം. മൂടി വെക്കുമ്പോഴല്ലേ തിളക്കുള്ളൂ. ഇത് നമ്മളെ ഫ്രഷ് ആയിട്ടുള്ള നാരങ്ങയാണ്, മരത്തുമെന്ന് പറിച്ചാണ്. സറോ നമ്മളെ നാരങ്ങയാണ്. പാലാങ്കര ഇമ്മു കൃഷി ചെയ്തുണ്ടാക്കിയ നാരങ്ങയാണ്. നട്ട് വളർത്തിയ ആകണേ. ആ മതി. ഞാൻ ഇളക്കാം. ഓക്കെ സെറ്റ്. ആ സമയമാണ് വിസിലല്ലോ. മതി ഇളക്കിയത്. ഇനി അത് ഒടയും. ഇളക്കിയ കുഴപ്പമുണ്ടോ സറോ? തിളക്കണം. തളച്ചിട്ട് എത്ര സമയം വെക്കണ്ട സറോ? തിളക്കണുള്ളൂ. ആ 18 മിനിറ്റ് വെക്കണം കേട്ടോ. അത് വിസിലടിച്ചാലും ഇല്ലെങ്കിലൊക്കെ ആ ഓഫാക്കിയാണ്ട് 25 മിനിറ്റ് കൂടെ അല്ലേ? 20 മിനിറ്റ്. 18 മിനിറ്റ് 19 ആവരുത് കേട്ടോ. 18 തന്നെ, അല്ലെങ്കിൽ ടേസ്റ്റ് മാറും. പിന്നെ നമ്മളെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല അല്ലേ അസറോ? അതെ, പിന്നെ നമ്മളെ കുറ്റി പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. റെസിപ്പി നമ്മൾ പറഞ്ഞു നിൽക്കുന്നത്, നിങ്ങൾ ഡീൽ ചെയ്യാം. എന്നാ ചോദിക്കും ഞാൻ ഇപ്പം വരാം. സെറ്റ്. അപ്പോൾ നമ്മൾ നെഷ്വ ഉണ്ടാക്കിയ എന്താണ് സറോ? മജ്ബൂസ്.
മജ്ബൂസ് എന്തെങ്കിലും ആവട്ടെ. എന്താ ആവട്ടെ. അപ്പൊ എന്താന്നില്ല നമ്മള് കണ്ടറിയുന്ന വേണം. അപ്പൊ നമ്മള് പോയാക്കട്ടെ. അപ്പൊ നമ്മള് ഫുഡ് ഉണ്ടായിരുന്നപ്പോ തന്നെ അറസി എന്ത് ചെയ്തിക്കണേ ഇവിടെ എത്തിക്കണേ. നമ്മളെ മുമ്പ് എത്തി. ഫുഡ് ഉണ്ടാക്കാനുള്ള അരി സാധനങ്ങൾ വാങ്ങാൻ പോയതാണ്. ഉണ്ടാക്കലാണോ? ഉണ്ടാക്കിയിട്ടില്ല. വരാണോ? നമ്മള് കുക്ക് ചെയ്യാണ്. പെട്ടെന്ന് ഉണ്ടാക്കാം. ഒരു മണിക്കൂറുണ്ട് സെറ്റ്. അർശന വിളിച്ചടാ. അർശന വിളിച്ചു. പെരിയിലല്ലേ ഓൻ അങ്ങോട്ട് വരാറിനി കുറച്ച് കഴിയുമ്പോ. ഒന്ന് നജ്മക്ക് സർപ്രൈസ് സർപ്രൈസ് കൊടുക്കാണ്ട്. എന്റെ പേര് ഫുഡ് ഉണ്ട്. അർശന അവിടെ കൊടുക്കേണ്ടി വരും. സർപ്രൈസ് കൊടുത്തോ? സർപ്രൈസ് കൊടുത്തു. വ്ളോഗ് ഇട്ടിന്. ആ നജിമ ഓനക്ക് ഇങ്ങോട്ടാണല്ലോ കൊടുത്തത്. അർശു പേര് കടന്നുറങ്ങി തോന്നി. അർശുവിന് അങ്ങോട്ടൊന്നും കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് നജിമ ഇങ്ങോട്ടൊന്നും കൊടുത്തായിരുന്നു. അപ്പൊ നമ്മളെ ഫുഡ് എവിടായോ? ഇല്ല, മസാലകളൊക്കെ റെഡി ആക്കി വെച്ചു. അർഷിന്റെ എക്സ്പ്രഷൻ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം അർഷ് എത്രത്തോളം ഫുഡ് ആണെന്നുള്ളത്. പെരീക്ക് ഓടിപ്പാഞ്ഞ് എത്തിക്കണ്ട. ഞങ്ങൾ എത്തുന്നതിന് മുന്നേ ഇവലിവിടെ ഉണ്ട് എന്ന് പറഞ്ഞതാണ്. അപ്പഴാണ് ഞാൻ ഇവിടെ ഇങ്ങോട്ട് വന്നത്. അപ്പൊ നിങ്ങൾ കണ്ടു പോയതാ? ഞങ്ങളോ? ആ അർഷി അന്നത്തെ മജ്ബൂസും കഴിച്ചിട്ട് ഇപ്പത്തേക്കും കഴിക്കാൻ പോകണം. അർഷിക്ക് ഡിഫറൻസ് മനസ്സിലാവും. അർഷി ഫുഡിയാണ്. അസ്സലാമലൈക്കും. ഔ സീൻ മണണ്ടോ? ഓ ഓൾഡാക്കിയാണ് അർഷി. അപ്പൊ തന്നെ അർഷിന്റെ കൂടെ അത് പറഞ്ഞപ്പോ തന്നെ അർഷിന്റെ ഗ്രാഫ് പോയി. ഇതൊക്കെ എങ്ങനെ ഇപ്പൊ ഞാൻ കഴിക്കാറ്? അർഷിയ ഫുഡ് എന്താവുന്നായിരിക്കും അഭിപ്രായം? നല്ല സ്മെല്ലുണ്ട്. നെശു എന്നെ വിളിച്ച റെസിപ്പി വെച്ച് ഞാൻ പറഞ്ഞില്ല. ഓളോട് ഓളെ ഇടയ്ക്ക് ഉണ്ടാക്കാൻ പറഞ്ഞു. എന്നിട്ട് ഈ പറഞ്ഞു കൊടുക്കണം എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കണം. അല്ലേ വാസില? ഇന്റെ മജ്ബൂസാണ് ഓളതാണ് രസം. നർഷിപ്പ് പറയട്ടെ. അതെ അതെ അതെ. അർഷിക്ക് അറിയില്ല കേട്ടോ. അർഷിക്ക് എന്താ വെച്ചാൽ രണ്ടും ഒരേ റെസിപ്പിയാന്ന് അറിയില്ല. ഇങ്ങനെ പറഞ്ഞാലേ ഹോണസ്റ്റ് ഒപ്പീനിയൻ കിട്ടുള്ളൂ. അറിയില്ല. അവിടെ തന്നെ തൊട്ടെ. ഹായ്. കഥാ കണ്ടുകണ്ടല്ല റിവ്യൂ. പക്ഷെ ഇത് നമ്മളന്ന് യൂസ് ചെയ്ത അരിയല്ലല്ലോ. ആണോ? ഇത് വേറെ അരിയാ. ഇത് വേറെ അരിയാ ആണോ? എനിക്കറിയില്ല. നിങ്ങൾ അരി വാങ്ങിയത് ഏതാ എനിക്കറിയില്ല. അതെ. എനിക്കെന്താ വെച്ചാല് ഫുഡില് രസമില്ലെങ്കിൽ പറയാൻ ഭയങ്കര മടിയാ. ഞാൻ എങ്ങനെയൊക്കെ ഒപ്പിച്ചുട്ടി ആ രസം ഉണ്ട് അറിയാം. പക്ഷെ അങ്ങനെയല്ല. അവൻ തുറന്നടിച്ച് പറയും. അർഷി എനിക്കന്ന് ഫുഡ് ഉണ്ടാക്കിയത് ഏറ്റവും പേടി പറ്റിയില്ലേനി. അർഷി എന്താ അഭിപ്രായം പറയുന്നുള്ളതിന് എന്റെ ടെൻഷൻ. അവിടെ തന്നെ വെച്ച അതെ. നമ്മള് നെശ്വ ഉണ്ടാക്കിയ ഫുഡ് കഴിക്കാട്ടോ. അർഷി പറഞ്ഞിട്ട് നമുക്ക് നോക്കല്ലേ? അർഷി ആദ്യം പറയട്ടെ. അല്ല അർഷി പറയട്ടെ. അങ്ങനെയുണ്ട്. അർച്ചി പറഞ്ഞാൽ പിന്നെ എനിക്ക് ഒരു അംഗീകാരം ആയിട്ട് കൂടി കുറച്ചൊരു എരിവ് അല്ലേ? അത് ഓളും പറഞ്ഞു അല്ലേ? ഒരു പൊടിക്ക് മതി. ഇജ്ജ് 5 ഇടാൻ പറഞ്ഞില്ലേ? ഇജ്ജ് 5 മുളക് ഇടാൻ പറഞ്ഞില്ലേ? ഇമ്മ 3 ഇട്ടു. എന്നിട്ട് എത്ര എരിവ്? അസറിന്റെ റിവ്യൂ പറയട്ടെ. അല്ല എന്നാലും കാരണം സീന് എനിക്ക് അംഗീകാരമായി. ഞാൻ ഇതിൽ കൂടുതൽ എന്താ വേണ്ടേ?
എന്താ നശ്വാ ഞാൻ ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യിപ്പിക്കാൻ ഈ ജ്യൂസ് ഉണ്ടാക്കി കൊടുത്താണ് ഫുൾ ഇത് നോക്കൂ സ്പെഷ്യൽ ഷെഫാണെന്നൊക്കെ വിചാരിക്കും. സാധനം പൊളിച്ചിട്ടോ, സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്. കാര്യം പറയാം, ബാസിലൊരു ഭാഗ്യല്ലേ. ബാസിലൊരു ഭാഗ്യല്ലേ, എന്തൊരു ഭാഗ്യം. അതെ, നെക്സ്റ്റ് പോലത്തെ ഒരു ഭാര്യ കിട്ടില്ല, എന്ത് ഭാഗ്യവാനാണ് ബാസില് അല്ലേ. എന്തായാലും വാങ്ങി കൊടുത്തോട്ടോ, പൈസ ഗൂഗിൾ പേ കിട്ടാൽ മതി. അതായത് ബാസില് ആദ്യം ബാസിൽ 10 വരെ കയറി, കല്യാണം ബാസിൽ 10 വരെ കയറണ്ട അല്ലേ. നമ്മളിപ്പോ എപ്പോഴും സീനില്ല. ഫുള്ള് നെക്സ്റ്റിന്റെ ഒരു മൈൻഡ് സെറ്റ് ആണ് എല്ലാ പെണ്ണുങ്ങളും സ്വീകരിക്കേണ്ടത്. ഇജ്ജ് ഇന്ന് പോണേലൊക്കെ സന്തോഷമാണ് സങ്കടമാണ് ചോക്ക്? അത് മനസ്സിലായി, സന്തോഷാണ്. പോയല്ലോ. ഞങ്ങളാരും കൂട്ടൂല അല്ലേ. ഞാൻ കുറച്ച് അരസി എടുത്തേക്കണം കുറച്ച്. ഇമ്മു തിന്നോക്കിയോ? ഏണ്ട് ഇമ്മു നല്ല അഭിപ്രായം, എല്ലാവരും നല്ല അഭിപ്രായം, ഞാനടക്കം. അതെ, ചോറ് നേടി ഈ കൈയായിരുന്നു കേട്ടോ. അപ്രൂവൽ അപ്രൂവൽ കിട്ടി, അപ്രൂവൽ കിട്ടി. കിട്ടില്ല, അടിപൊളി ഫുഡ്. എന്നൊന്നും വേണ്ട, അത് ശരി. ഇടക്കും നിലക്കും ഉണ്ടാക്കുമ്പോൾ അതിന്റെ ഒരു പുതുമ ഉണ്ടാവുള്ളൂ. നല്ലത് പറഞ്ഞാലും കുടി.